ഹായ് സ്റ്റുഡൻസ്, SLC IT മിഡ് ടേം എക്സാമിലെ സ്ക്രൈബസ് ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യനാണിത്. ഓപ്പൺ ദ ഫയൽ നെയിംലി school_arts.sla given in the Nuburum folder from the exam 10 documents in Scribus and complete the designing of the Kalolsav newspaper as in the model according to the following hints. Prepare a banner like the one in the sample under the title Nuburum. Create a shape like the one in the example on the banner. Include the text cheer in it and adjust the size. Apply shadow effect to the heading Nopuram. Export the prepared file as PDF with your register number _Kalolsav as the file name to the exam 10 products folder. No need to save the project file. ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനും കൂടി നോക്കാം. എക്സാം 10 ഡോക്യുമെൻറ്റ്സിലുള്ള നൂപുരം ഫോൾഡറിലുള്ള സ്കൂൾ കലോത്സവം .sla എന്ന ഫയൽ സ്ക്രൈബസിൽ തുറന്ന് കലോത്സവ പത്രത്തിൻ്റെ ഡിസൈനിങ് താഴെ നൽകിയ സൂചനകൾ അനുസരിച്ച് മാതൃകയിലതുപോലെ പൂർത്തിയാക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഫയൽസ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ എക്സാം 10 ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നൂപുരം എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ആ ഫയൽ ഉള്ളത്. നൂപുരം എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഇവിടെ സ്കൂൾ കലോത്സവം ഡബിൾ ക്ലിക്ക് ഓപ്പൺ ചെയ്തു. ഇങ്ങനെ ആ ഒരു ഫയൽ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിന് താഴെയായിട്ട് ഇങ്ങനെ ഒരു ബാനർ തയ്യാറാക്കാനാണ്. നൂപുരം തലക്കെട്ടിനടിയിലായിട്ട് മാതൃകയിലേതുപോലെ ബാനർ തയ്യാറാക്കുക. ബാനറിൽ മാതൃകയിലേതുപോലെ ഒരു രൂപം നിർമ്മിച്ച് അതിൽ ആരവം എന്ന ടെക്സ്റ്റ് ഉൾപ്പെടുത്തിയിട്ട് വലിപ്പം ക്രമീകരിക്കാം. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ഷേപ്പ് ഡ്രോ ചെയ്യണം. അതിനായിട്ട് ഇവിടെ തൊട്ട് മുകളിൽ ഷേപ്സ് എന്ന് കാണാം. ആ ഷേപ്സ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഡിഫോൾട്ടായിട്ട് സ്ക്വയർ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്കത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഷേപ്സിൻ്റെ മെനു ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയറാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഇവിടെ ഡ്രോ ചെയ്യുന്നു. ഇനി നമുക്കിതിനുള്ളിലൊരു കളർ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് ടൂൾ ബാർ വേണം. അതിനായി വിൻഡോസിൽ പ്രോപ്പർട്ടീസ് എന്നുള്ള ഈ ഒരു ടൂൾ ബാർ എന്നുള്ളത് ടിക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ കളേഴ്സ് എന്നുള്ളത് എടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് റെഡ് കളറാണ് വേണ്ടത്. റെഡ് കളർ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കളർ വേണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. എഡിറ്റിൽ കളേഴ്സ് ആൻഡ് ഫിൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ റെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ചെറിയ ചേഞ്ചസ് വരുത്തണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമ്മളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നോഡിൻ്റെ പ്രോപ്പർട്ടീസ് വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് മൂന്നാമത്തത്, അപ്പോൾ ഇവിടെയുള്ള ആഡ് നോഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എവിടെയാണോ നോഡ് കൊടുക്കേണ്ടത് ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു നോഡ് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്കതിനെ മൂവ് ചെയ്യിക്കണം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഇവിടെ മൂവ് നോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു നോഡ് ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യന് തന്ന ഒരു ഷേപ്പിലേക്ക് അത് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് അവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തു. ഇത് ഓക്കെ എന്ന് കൊടുത്തു. ഇനി നമുക്കിവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. അതിനായിട്ട് ഇവിടെയുള്ള ടെക്സ്റ്റ് ഫ്രെയിം എന്നുള്ളത് എടുത്തു. അവിടെ നമ്മൾ ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ വേണ്ടത് മലയാളം ടെക്സ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഇതിന് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കണം. അതിനായിട്ട് വിൻഡോസിൽ കോണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് ടിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ അത് വന്നിട്ടുണ്ട്. അതിൽ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് എടുത്തു. അതിൽ ആദ്യം തന്നെ ഇവിടെയുള്ള കീബോർഡ് മലയാളമാക്കി മാറ്റുക. അപ്പോൾ നിങ്ങളുടെ കീബോർഡിലെ വിൻഡോസ് കീ പ്രസ് ചെയ്തിട്ട് അത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് സ്പേസ് ബാർ പ്രസ് ചെയ്താൽ ഇവിടെ മലയാളമായിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള ലാംഗ്വേജ് എന്നുള്ളത് മലയാളമാക്കുന്നു. അതിനുശേഷം സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുത്തു. ഇവിടെ നിന്നൊരു ഫോണ്ട് മലയാളം ഫോണ്ടും സെലക്ട് ചെയ്യാം. ഞാനിപ്പം ചിലങ്ക എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. നമ്മളോട് പ്രത്യേക ഫോണ്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കൊടുത്തു. ഇനി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. അപ്പം നമുക്ക് വേണ്ടത് ആരവെന്നാണ്. ആരവെന്ന് ടൈപ്പ് ചെയ്യുന്നു. 2-3 ഡോട്ടും കൂടി കൊടുത്തു. ഇനി ഇതിന് വേണ്ട കളർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. അപ്പോൾ വൈറ്റ് കളർ കൊടുക്കുന്നു. ഇവിടെ നിന്ന് കളേഴ്സ് ആൻഡ് ഇഫക്ട്സിൽ കളർ എന്നുള്ളത് എടുത്തിട്ട് വൈറ്റ് എന്നുള്ളത് കൊടുക്കുന്നു. നമുക്കിത് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് കളറ് വൈറ്റ് എന്ന് കൊടുക്കാം. ഇനി അത് കുറച്ചും കൂടി വലിയ സൈസ് ആക്കണമെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് വീണ്ടും സൈസ് കൂട്ടാം. ഇവിടെ നിന്ന് സൈസ് കൂട്ടുന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ ആരവെന്നാക്കിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്
നൂപുരം എന്ന തലക്കെട്ടിന് നിഴൽ നൽകാനാണ്. അപ്പോൾ അതിന് ഒരു ഷാഡോ എഫക്റ്റ് കൊടുക്കണം. അതിനായിട്ട് നൂപുരം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തു. ഇവിടെ ഈ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ കളർ ആൻഡ് എഫക്ട്സിൽ ഇവിടെ എസ് എന്ന് കാണാം, ഷാഡോ. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അവിടെ ഷാഡോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളോട് പറഞ്ഞത്. ഇനി ഇത് സേവ് ചെയ്യാൻ പറഞ്ഞത് PDF ആയിട്ടാണ്, രജിസ്റ്റർ നമ്പർ _ കലോത്സവം അതായിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് പ്രിവ്യൂ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് തന്നതുപോലെ ക്വസ്റ്റ്യനിൽ തന്നതുപോലെ ഒരു ഡോക്യുമെൻ്റ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യുന്നു. അതിന് ഈ പ്രിവ്യൂ ബട്ടൺ ഒന്നും കൂടി ക്ലിക്ക് ചെയ്തു. നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഫയലിൽ എക്സ്പോർട്ട് ആസ് PDF എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ നമുക്ക് എവിടെയാണോ ഈ ഔട്ട്പുട്ട് ടു ഫയൽ എന്നുള്ളിടത്ത് നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് അതാണ് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഇവിടെ ചേഞ്ച് എന്ന് കൊടുക്കുന്നു. ഹോമിൽ exam 10 പ്രൊഡക്ട്സ് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന നെയിം ഇവിടെ പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റർ നമ്പർ _ കലോത്സവം എന്നാണ്. അപ്പോൾ ഇവിടെ കലോത്സവം എന്നുള്ളത് തൊട്ടിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു _ കലോത്സവം. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് മലയാളം കീബോർഡിലാണുള്ളത്, അപ്പോൾ അതൊന്ന് ഇംഗ്ലീഷ് കീബോർഡാക്കി മാറ്റുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് മൈനസ്. അപ്പോൾ ഇതാ രജിസ്റ്റർ നമ്പർ _ കലോത്സവം PDF എന്ന് വന്നിട്ടുണ്ട്. സേവ് എന്ന് കൊടുക്കുന്നു. ഇവിടെ സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫയൽ അവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് സേവ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഫയൽസിൽ exam 10 പ്രൊഡക്ട്സിൽ ഇതാണ് നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെച്ച ഫയൽ. ഇപ്പോൾ ഒരു PDF ഫയലായിട്ട് അത് സേവ് ആയിട്ടുണ്ട്. ഓക്കെ.